മണിപ്പൂരിലും യുപിയിലും ക്രൈസ്തവർക്കെതിരെ അന്ധകാര ശക്തികളിൽ നിന്ന് അതിക്രമം നേരിടേണ്ടി വരുന്നുവെന്ന് ലത്തീൻ അതിരൂപത ബിഷപ്പ് തോമസ് ചേന്നറ്റോ. പൗരത്വ നിയമ ഭേദഗതി സങ്കുചിത മനോഭാവമാണ്. പൗരത്വ നിയമ ഭേദഗതിയിലെ നിഗൂഢത തിരിച്ചറിയണം. മതേതരത്വം ഉയർത്തിപ്പിടിക്കണം. സിസ്റ്റർ റാണി മരിയയുടെയും സ്റ്റാൻ സ്വാമിയുടെയും പോരാട്ടങ്ങൾ ഓർക്കണമെന്നും തിരുവനന്തപുരത്ത് കുരിശിന്റെ വഴി സമാപന സന്ദേശത്തിൽ തോമസ് ചേന്നറ്റോ പറഞ്ഞു. മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾ അന്ധകാര ശക്തികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നു. ഫലപ്രദമായ ഇടപെടലുകൾ ഔദ്യോഗിക പക്ഷത്തു നിന്ന് ഇതിനെതിരെ ഉണ്ടാകുന്നില്ല. ഇവയ്ക്കെല്ലാം കാരണമായി തീരുന്ന ചിദ്രശക്തികൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ന് നാം തിരിച്ചറിയണം. പൗരത്വ നിയമ ഭേദഗതി പോലുള്ള നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മതേതര ജനാധിപത്യ സംവിധാനത്തിൽ മത അധിഷ്ഠിത വിഭാഗീയത സംജാതമാക്കുവാൻ നിഗൂഢമായി ലക്ഷ്യമിടുന്നത് ഇന്ന് നാം തിരിച്ചറിയണം. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, തോമസ് ചേന്നറ്റോയുടെ പ്രസംഗത്തിൽ എന്തെല്ലാം കാര്യങ്ങളിലെ ഓർമ്മപ്പെടുത്തലുകളുണ്ട്, സൂചനകളുണ്ട്? സൈഫുദ്ദീൻ, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. ആ ദുഃഖവെള്ളി ആചരണത്തിന്റെ ആ ദിവസമാണ് കേന്ദ്ര സർക്കാരിനെതിരെ കൃത്യമായിട്ടുള്ള തങ്ങളുടെ നിലപാട് പറഞ്ഞുകൊണ്ട് സഭാ അധ്യക്ഷന്മാർ രംഗത്ത് വന്നത്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ചേന്നറ്റോയും സിറോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാൻ തോമസ് തറയിലുമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ദുഃഖവെള്ളി ദിനത്തിൽ കൃത്യമായിട്ടുള്ള രൂക്ഷമായ വിമർശനം നടത്തിയത്. രാജ്യത്ത് ക്രൈസ്തവർ നേരിടുന്ന ചൂഷണങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് രണ്ട് മെത്രാന്മാരും വിമർശിച്ചിരിക്കുന്നത്. രാജ്യത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ അത് ഉറപ്പ് വരുത്തുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ തന്നെയാണ് ഉറപ്പ് വരുത്തേണ്ടത്. പക്ഷേ അത്തരത്തിൽ ഉറപ്പ് വരുത്തുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം എന്നുള്ള കാര്യം കൂടി രണ്ട് മെത്രാന്മാർ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംയുക്ത കുരിശിന്റെ വഴിയിലാണ് തോമസ് ചേന്നറ്റോയും തോമസ് തറയിൽ ബിഷപ്പും കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉന്നയിച്ചത്. ആദ്യം തോമസ് തറയിലിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, രാജ്യത്ത് ഒരു പൗരനെങ്കിലും ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ അത് രാജ്യത്ത് ഒട്ടും ഭൂഷണമല്ല. മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ചേരിതിരിവുണ്ടാക്കുന്ന വർഗീയ ശക്തികളെ നാം തിരിച്ചറിയണം. കുരിശ് ഇത്തരത്തിൽ യാതൊരു വർഗീയതയുടെയും പേരിൽ കൊണ്ടു നടക്കേണ്ട സാധനമല്ല. അതിനെ കൃത്യമായ മതത്തിന്റെ പേരിൽ ആളുകളെ വേർതിരിക്കുന്നതൊന്നും ഈ രാജ്യത്ത് ചേർന്നതല്ല. അത്തരത്തിലുള്ള നീക്കങ്ങളെ കൃത്യമായിട്ട് ചെറുക്കണം എന്നുള്ള കാര്യം കൂടിയാണ് ചങ്ങനാശ്ശേരി സിറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി രൂപതാ മെത്രാൻ തോമസ് തറയിൽ പറയുന്നത്. അതിനുശേഷം ഈ സംയുക്ത കുരിശിന്റെ വഴി സമാപനത്തിൽ പ്രസംഗിച്ച ബിഷപ്പ് തോമസ് ചേന്നറ്റോ കേന്ദ്ര സർക്കാരിനെതിരെ കൃത്യമായിട്ടുള്ള ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതി അത് നിഗൂഢമായിട്ടുള്ള ഒരു കാര്യമാണ്. പൗരത്വ നിയമ ഭേദഗതിയിലുള്ള നിഗൂഢത നാം മനസ്സിലാക്കണം, അത് നാം തിരിച്ചറിയണം. ഇത്തരത്തിൽ സങ്കുചിതമായിട്ടുള്ള ചിന്താഗതികളെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ചെറുക്കണമെന്നുള്ള കാര്യം കൂടിയാണ് തോമസ് ചേന്നറ്റോ ഓർമ്മപ്പെടുത്തുന്നത്. മണിപ്പൂരിലും അതുപോലെ ഉത്തരേന്ത്യയിലും യുപിയിലും അടക്കം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നേരിടുന്ന അക്രമങ്ങളിൽ ഔദ്യോഗിക പക്ഷത്ത് നിന്ന് ഇതിനെതിരെ പ്രതിരോധിക്കേണ്ട ആളുകൾ ഇതൊന്നും ചെയ്യുന്നില്ല. അത് ഈ അക്രമ സംഭവങ്ങളിൽ മൗനം പാലിക്കുകയാണ് എന്നുള്ള വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ തോമസ് ചേന്നറ്റോ ഉന്നയിക്കുന്നത്. രാജ്യത്ത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതിനകത്ത് കേന്ദ്ര സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇത്തരം അക്രമ സംഭവങ്ങൾക്ക് മൗനാനുവാദം കൊടുക്കുകയാണ് എന്നുള്ള വിമർശനമാണ് ദുഃഖവെള്ളി ദിനത്തിൽ മെത്രാന്മാർ ഉന്നയിക്കുന്നത്. സൈഫുദ്ദീൻ.